നമുക്ക് സംബന്ധിച്ചിടത്തോളം ഈ അർജൻറ്റീന ഓസ്ട്രേലിയ മത്സരം നടത്താൻ വേണ്ടിയിട്ട് നവംബർ മാസം 30-ാം തീയതി വരെ അതിൻ്റെ റീവാമ്പ് ചെയ്യുന്നത് അടക്കമുള്ള സംവിധാനത്തിലാണ് ഹാൻഡ് ഓവർ ചെയ്തിട്ടുള്ളത്. അപ്പം നവംബർ മാസം 30-ാം തീയതി കഴിഞ്ഞാൽ സ്റ്റേഡിയം അവർക്ക് തിരിച്ച് ഹാൻഡ് ഓവർ ചെയ്യണം. അതിൻ്റെ അകത്ത് എന്തെങ്കിലും നിർമ്മാണ പ്രവർത്തികളോ അല്ലെങ്കിൽ ഇതിൻ്റെ അപ്ഡേഷനോ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ലെവലിലേക്ക് സ്റ്റേഡിയം ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് GCDയുടെ അനുമതിയോട് കൂടിയിട്ട് അവരുടെ എഞ്ചിനീയേഴ്സിൻ്റെ അനുമതിയോടുകൂടി നമ്മൾ നടപ്പിലാക്കുകയാണ് വേണ്ടത്. അതെന്ന് പറയുന്നത് എല്ലാവരുടെയും സപ്പോർട്ട് കൂടി നടപ്പിലാക്കുന്ന ഒരു സംഭവമാണ്. ഈ നവംബർ മാസം 30-ാം തീയതിക്ക് ശേഷം ഇത് നമ്മുടെ കയ്യിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മുടെ എല്ലാ സ്റ്റേഡിയം അതിലേക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോകാനായിട്ട് ഉദ്ദേശിച്ചിട്ടുമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നവംബർ 30-ാം തീയതിക്കുള്ളിൽ വർക്ക് തീർത്ത് സ്റ്റേഡിയം കളിക്ക് അനുയോജ്യമായ രീതിയിൽ ഹാൻഡ് ഓവർ ചെയ്യുക എന്നുള്ളതാണ്. 17-ാം തീയതി കളി ഉണ്ടായിരുന്നെങ്കിൽ കളിക്ക് ശേഷം അത് കണ്ടിന്യൂ ചെയ്തേനെ. 17-ാം തീയതിക്ക് ശേഷം കളി ഉണ്ടെങ്കിൽ ആ കളിക്ക് മുൻപ് ഈ വർക്കുകൾ മുഴുവൻ തീർത്ത് നമ്മൾ 17-ാം തീയതി കളി കളിച്ചതിന് ശേഷം നമ്മുടെ കളി കഴിഞ്ഞാൽ അവസാനം അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോഴത്തെ അജണ്ട എന്ന് പറയുന്നത് നവംബർ മാസം 30-ാം തീയതിക്കുള്ളിൽ ഈ സ്റ്റേഡിയത്തിൻ്റെ മുഴുവൻ വർക്കും പൂർത്തീകരിച്ച് സ്റ്റേഡിയം ഹാൻഡ് ഓവർ ചെയ്യും. ഇതാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇതെന്തെങ്കിലും രേഖയുണ്ടായിരുന്നു, MOU എന്തെങ്കിലും ധാരണാപത്രം എന്തെങ്കിലും? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ അർജൻറ്റീന അസോസിയേഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഫുട്ബോൾ കളിയുമായി ബന്ധപ്പെട്ടിട്ട് ഇതൊരു ഗവൺമെൻറ് പ്രൊജക്റ്റാണ്. ഗവൺമെൻറ് പ്രൊജക്റ്റിൻ്റെ അകത്ത് ഞാൻ രണ്ടാമത്തെ സ്പോൺസറാണ്. ആദ്യം ഒരു സ്പോൺസർ ഉണ്ടായിരുന്നു, അവർ പിന്മാറിയതിന് ശേഷം ഞാൻ രണ്ടാമത് വന്ന സ്പോൺസറാണ്. അപ്പോൾ ആ സംവിധാനത്തിൻ്റെ അകത്ത് ആ സ്പോൺസർ വന്നതിന് ശേഷം ആദ്യം തിരുവനന്തപുരം സ്റ്റേഡിയം തീരുമാനിക്കുന്നു. അത് കഴിഞ്ഞ് കൊച്ചി സ്റ്റേഡിയത്തിലേക്ക് കൊണ്ടുവരുന്നു. തിരുവനന്തപുരം സ്റ്റേഡിയം തീരുമാനിക്കുമ്പോൾ അതൊരു ക്രിക്കറ്റ് സ്റ്റേഡിയം ആണെന്ന് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടും അതിന് FIFA റാങ്കിങ് കിട്ടാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് കൊച്ചി സ്റ്റേഡിയം തീരുമാനിക്കുന്നത്. കൊച്ചി സ്റ്റേഡിയത്തിന് FIFA അപ്രൂവൽ ഇല്ലാത്തതുകൊണ്ട് FIFA അപ്രൂവൽ കിട്ടുന്നതിന് വേണ്ട നിർമ്മാണ പ്രവർത്തികൾ നടത്തി അത് FIFA ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലേക്ക് ഉയർത്തണം. അത് ഉയർത്തുക എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഒരു മാസം കൊണ്ട് ചിലപ്പോൾ നടന്നോണില്ല എന്ന് ചോദിച്ചപ്പോഴാണ് എന്നോട് ഇത് നടത്താൻ കഴിയുമോ എന്ന് ചോദിക്കുന്നത്. ആ നടത്തിലാക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ നമ്മളത് നടത്തുന്നില്ല. അല്ലാതെ എനിക്കിതിനകത്ത് അജണ്ടയില്ല. ഇപ്പം ഞാൻ വിചാരിക്കുന്നത് ഈ RBC റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി ഇത് നടപ്പിലാക്കിയിട്ട് ഇതിൽ എന്താ ലാഭം അങ്ങനെ ഒരു ലാഭം കൊയ്യാൻ ഉദ്ദേശമില്ല. കാരണം ചില ആൾക്കാർ അങ്ങനെയായിരിക്കും കണ്ടിട്ടുണ്ടാവുക. കേരളത്തിൽ പണം മുടക്കുന്നവരെ മുഴുവൻ ലാഭം കൊയ്യുന്നവരായിട്ടായിരിക്കും കണ്ടിട്ടുണ്ടാവുക. അങ്ങനെ ശൈലിയായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. പക്ഷേ എൻ്റെ മനസ്സിലെന്താണ്, ഞാൻ ഇറങ്ങി തിരിച്ചതിന് വേണ്ടിയിട്ടാണ് കേരളത്തിലൊരു ഇൻ്റർനാഷണൽ ഫുട്ബോൾ മത്സരം കൊണ്ടുവരണം. കേരളത്തിലെ ഫുട്ബോൾ ഡെവലപ്പ് ചെയ്യണം, സ്പോർട്സ് ഡെവലപ്പ് ചെയ്യണം, ടൂറിസം ഡെവലപ്പ് ചെയ്യണം. അത് തന്നെയാണ് എൻ്റെ ഉദ്ദേശം. ആ ഉദ്ദേശത്തിനോട് ഞാൻ പണം മുടക്കിയിട്ട് എനിക്ക് നഷ്ടം പറ്റാൻ ഞാൻ സഹിച്ചോളാമെന്ന്. കാരണം കളി നടന്നില്ല, എനിക്ക് വലിയ നഷ്ടം ഉണ്ടാവും. ആ നഷ്ടം ഞാൻ സഹിച്ചോളാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരാളുടെയും ഒരു പൈസ ഞാൻ വാങ്ങിയിട്ടില്ല, ഒരു ടിക്കറ്റ് വിട്ടിട്ടില്ല, ഒരു സാധനം ഞാൻ ചെയ്തിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം കൊച്ചി ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തെ ഉയർത്തുക എന്നുള്ളതാണ്. ഈ സ്റ്റേഡിയത്തിൽ എന്തെങ്കിലും വർക്കിന് അപാകത ഉണ്ടെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചോ, അതും കൂടെ ഈ 31-ാം തീയതി ഉള്ളിൽ തീർക്കും. ഏത് കാര്യത്തിനാണെങ്കിലും. ഇതൊരു പൊതുമുതലാണല്ലോ. സ്വാഭാവികമായിട്ടും ഒരു കാര്യം ഒരു സ്പോൺസറെയാണോ ആരെയാണോ ഏൽപ്പിക്കുമ്പോൾ അതിനൊരു ഞാനതാണ് പറയുന്നത്. അതേ പറയുന്നത് ഒരു രേഖ അല്ലെങ്കിൽ സംവിധാനം എന്നൊക്കെ പറയുന്നത് ഇത് GCDയുടെ അണ്ടറിലുള്ള സ്റ്റേഡിയമാണ്. ഇതാരെങ്കിലും ഒരാൾ ഡെവലപ്പ് ചെയ്തല്ലേ പറ്റുള്ളൂ. അത് ഡെവലപ്പ് ചെയ്യുന്നത് ആരാ? അത് ഡെവലപ്പ് ചെയ്യുന്നത് GCD തന്നെയാണ്. അപ്പം ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത്, GCD അപ്രൂവൽ വന്നിട്ട് ഇത് നടപ്പിലാക്കാൻ പറയും. ഇപ്പം ഞാൻ ഫെഡ്ലൈറ്റ് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഫെഡ്ലൈറ്റിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ പറയുക, കാറ്റ് പിടിച്ചാൽ താഴെ പോകുന്ന അവസ്ഥയുണ്ടായിരുന്നത്. ഇപ്പോഴും നോക്കിക്കോളൂ. ഞാൻ ഈ രണ്ടെണ്ണേ തീർന്നിട്ടുള്ളൂ, 2 വർക്ക് കിടക്കുകയാണ്. ആർക്കെങ്കിലും ഒരു ഉത്തരവാദിത്തമുള്ള ആരെങ്കിലും ഉണ്ടായിരുന്നു ഈ JCDൻ്റെ അവസ്ഥ ഇങ്ങനെ ഈ പറയുന്ന ഫെഡ്ലൈറ്റ് അങ്ങനെ നിൽക്കുമല്ലോ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ എന്താണ് GCD തീരുമാനിക്കുന്നുണ്ട് ഈ സൈസിലുള്ള ഫെഡ്ലൈറ്റ് ആണ് വേണ്ടതെന്ന് പറഞ്ഞു. അത് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്നുള്ളത് ഞാൻ ചെയ്തു. അങ്ങനെ കണ്ടാൽ മതി. ഈ റിപ്പോർട്ടർ TV ഇപ്പോൾ എന്ത് ചെയ്യുന്നു, GCDക്ക് വേണ്ടിയ പെർമിഷനുള്ള സാധനത്തിൻ്റെ പണം ഫ്രീ ആയിട്ട് മുടക്കുന്നു എന്നുള്ളതിനൊക്കെ അപ്പുറം ഒന്നുമില്ല. അത് ചെയ്തു കൊടുക്കുന്നു. അതിലിപ്പോൾ എന്താ ചെയ്യാനുള്ളത്? കരാറില്ല. കരാർ എന്ന് പറയുന്നതാണ് അതാണ് ഞാൻ പറഞ്ഞത്. നവംബർ മാസം 30-ാം തീയതി വരെ GCD ഈ കളിക്ക് നടത്താൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അപ്ഡേഷൻ നടത്താൻ വേണ്ടിയിട്ടും SKFനെ ഏൽപ്പിച്ചിട്ടുണ്ട്. SKF എന്നെ എന്ത് ചെയ്യുന്നു, ഇത് ഈ കളി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്തൊക്കെ അപ്ഡേഷൻ നടത്തുന്നു അത് GCDയുടെ കൂടി പെർമിഷൻ കൊണ്ട് നടത്താൻ പറഞ്ഞു. അത് നടത്തുന്നു, അത്രേ ഉള്ളൂ. ഉണ്ടെന്നല്ലേ പറയുന്നേ. അതുണ്ട്. അത് ഞാൻ SKF ആണ്. എനിക്ക് GCD ആയിട്ട് ബന്ധമില്ലല്ലോ. ഞാൻ SKFൻ്റെ അടുത്തുനിന്നാണ്. കാരണം SKF ആണ് ഇതിൻ്റെ കളി നടത്തേണ്ട അതോറിറ്റി. മനസ്സിലായോ? അവരുമായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അതുമായിട്ട് കളി നടത്തുന്നു. ഇപ്പം ഞാൻ എന്താ ചോദിക്കുന്നത്, നമുക്കൊരു വിവാദം ഉണ്ടാക്കണമെങ്കിൽ ആ വിവാദം കൊണ്ട് സർക്കാരിന് എന്തെങ്കിലും നഷ്ടം ഉണ്ടാവണ്ടേ? എവിടെയാണ് ഇതിൻ്റെ നഷ്ടം? നഷ്ടം ആർക്കാ? നഷ്ടം എനിക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല സ്റ്റേഡിയം ഇവിടെ ഡെവലപ്പ് ചെയ്ത് നന്നാകുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. കാരണം എന്തിനാണ് ഞാൻ ചോദിക്കുന്നത്, ഞാൻ പറയും രാഷ്ട്രീയ വിവാദം എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ബാധിക്കുന്ന കാര്യമല്ല. എന്നെ സംബന്ധിച്ച് എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ അതിനെ ബാധിച്ചാൽ മതി. അല്ലെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്ത് ബുദ്ധിമുട്ട് വരാനാ? എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നുണ്ടല്ലോ. ഇന്നലെ രാവിലെ തുടങ്ങി പോകുന്ന വാർത്ത എന്താണ്? സ്റ്റേഡിയത്തിൻ്റെ വർക്ക് നിർത്തി വെച്ചെന്നു. എവിടെയാണ് വർക്ക് നിർത്തി വെച്ചേ? ഒരു സ്ഥലത്ത് കാണിച്ചുകൊണ്ടാ വർക്ക് നിർത്തി വെച്ചത്. അതായത് 1000-1200 ആൾക്കാർ പണിയെടുക്കുന്ന സ്റ്റേഡിയത്തിൻ്റെ അകത്ത് ഒരാളെ പോലും പിൻവലിച്ചിട്ടില്ല. എല്ലാവരും വർക്ക് നടക്കുന്നു, എല്ലാ സംവിധാനങ്ങളും നടക്കുന്നു. നല്ല മഴ ആയതുകൊണ്ട് രാവിലെ 1 മണിക്കൂർ അങ്ങോട്ട് രാവിലെ എറണാകുളത്തുള്ളത് അറിയാം, നല്ല മഴയാണ് എറണാകുളത്ത്. 1 മണിക്കൂർ അങ്ങോട്ട് വർക്ക് നിർത്തിയത്. അവിടെ കുറച്ച് ആ പണിക്കാർ മാറിയുന്നു എന്നുള്ളതിനൊക്കെ അപ്പുറം എന്താ നടന്നിട്ടുള്ളത്?
ഈ കണക്ക് മുഴുവൻ ഇവിടെ നടക്കുന്നില്ല. ഞാൻ നിങ്ങൾ ഇതിൻ്റെ അകത്തേക്ക് വിളിച്ചെന്താ പറഞ്ഞാൽ ഇത് നിങ്ങൾ കണ്ടു നോക്കൂ. ഇങ്ങനെ ആയിരുന്നോ കൊച്ചി സ്റ്റേഡിയം ഉണ്ടായിരുന്നത്? ഒരു കാട് മൂടി പറിച്ചൊരു പ്രേതാലയം പോകുന്ന കിടന്ന സ്ഥാനത്തിൻ്റെ അകത്ത് ഇവിടെ ഇത് ഇത്രയും വെളിച്ചം വന്നില്ലേ, ഇത്രയും വൃത്തിയായില്ലേ? ഞാനതാ പറയുന്നത്. നവംബർ മാസം 30-ാം തീയതി നിങ്ങൾ വന്ന് നോക്കൂ. കൊച്ചി സ്റ്റേഡിയം ഒരു ഇൻ്റർനാഷണൽ ലെവൽ ഫിഫ അപ്രൂവോടുകൂടി ഉണ്ടാവും. അതെൻ്റെ വാക്കാണ്. നിങ്ങൾക്ക് ഇൻ്റർനാഷണൽ ലെവലിൽ ഫിഫ അപ്രൂവൽ കിട്ടിയ സ്റ്റേഡിയം ഇല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന പണി ഞാൻ എടുക്കും. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു അവകാശമില്ല. എനിക്കൊരു അവകാശം വേണ്ടതാനും എനിക്ക് വേണ്ടതാനും എനിക്കങ്ങനെ പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഇത് സ്പോൺസർക്ക് എന്തോ ദുരൂഹത എന്ന് പറഞ്ഞാൽ അതിന് എനിക്ക് മറുപടി പറയാൻ കഴിയില്ലല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് 30-ാം തീയതിക്ക് ശേഷം സ്റ്റേഡിയേ വേണ്ട. നിങ്ങളിത് പിന്നെ ഞാൻ GCD ചെയർമാനോട് ആവശ്യപ്പെട്ടിട്ടില്ല എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന്. എനിക്കങ്ങനെ വേണ്ട. ഒരു രേഖ കാണിക്കുന്നത് ഞാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞതായിട്ട് പറയും. എവിടെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്? ഞാൻ ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ. ഒരു മിനിറ്റ്, ഞാൻ ഒറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ. നവംബർ 17-ാം തീയതി ഇൻ്റർനാഷണൽ മത്സരം നടത്താൻ വേണ്ടിയിട്ട് സ്റ്റേഡിയത്തെ ഡെവലപ്പ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുള്ളൂ. അതിൻ്റെ പണം മുടക്കുന്നത് എൻ്റെ കയ്യിൽ നിന്നാണ്. ഞാൻ ആരുടെയും സർക്കാരിൻ്റെ പൈസ ഞാൻ ചോദിച്ചോ? ആർക്കെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞോ? ചെയ്യാമെന്ന് പറഞ്ഞോ? ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞത് എന്താണ്? സ്റ്റേഡിയത്തെ ഡെവലപ്പ് ചെയ്യും. അതുകൊണ്ട് ആർക്കാ നഷ്ടം? ആ നഷ്ടം പറഞ്ഞാൽ മതി. ഏത് നഷ്ടം ആർക്കാണ് ഉണ്ടാകുന്നത്? ഞാനിത് ഇനി നിങ്ങൾ പറഞ്ഞു ഇനിയുണ്ടല്ലോ 45 ദിവസം. ഈ 45 ദിവസം നിങ്ങൾ പറയുന്ന ഏത് വർക്കും ഞാൻ ചെയ്ത് തീർത്തുതരാം. നിങ്ങൾക്കിതിൽ അപാകത കാണിച്ചു. ഞാനിപ്പോൾ ഒരു സർക്കാർ പല പരിപാടികൾ സ്പോൺസർഷിപ്പ് എടുക്കാറുണ്ട് ഇല്ലേ? പല സംവിധാനത്തിൽ എടുക്കാറുണ്ട്. അത് ഫ്രീ ആയിട്ട് ഉണ്ടാക്കി കൊടുക്കും. ഞാൻ എത്ര വീടുകൾ കെട്ടി കൊടുത്തിട്ടുണ്ട്? ഞാൻ എത്ര വീടുകൾ പണിത് കൊടുത്തിട്ടുണ്ട്? ഞാൻ എത്ര കല്യാണം നടത്തിയിട്ടുണ്ട്? ഇതൊക്കെ നിങ്ങളാരും പൈസ കൊടുത്തിട്ടാ? ഒന്നല്ലല്ലോ. ഞാൻ ഫ്രീ ആയിട്ട് ഞാൻ ഉദ്ദേശിച്ച് ചെയ്ത് പിന്നെ പോകുന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ആ ലെവലിലേക്ക് ഇതിനെ വളർത്തുക എന്നുള്ളതേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതുപോലെ ആ ലെവലിലേക്ക് സ്റ്റേഡിയത്തെ ഉയർത്തുക, സ്റ്റേഡിയം ആ ഡെവലപ്പ് ചെയ്യുക. അത് നിർത്തിയ ശേഷം സർക്കാരിന് ഹാൻഡ് ഓവർ ചെയ്യുക. ഞാൻ എൻ്റെ പേരിലേക്ക് എഴുതി തരുന്നില്ലല്ലോ. എൻ്റെ പേരിലേക്ക് എഴുതി തന്നില്ല. ഒരു രേഖയില്ല, ഒന്നുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നടത്താൻ പറ്റും, ഞാൻ നടത്തുന്നു എന്നുള്ളതിനേക്കാൾ അപ്പുറം ഒന്നുമില്ല. SKF ഒരു മാസത്തേക്കാണ് ഹാൻഡ് ഓവർ ചെയ്തിട്ടുള്ളത്. അതായത് നവംബർ 30-ാം തീയതിയാണ് GCD ഹാൻഡ് ഓവർ ചെയ്തത്. SKF അത് കളി നടത്താൻ വേണ്ടി അതിന് അപ്ഡേഷൻ ചെയ്യാണ്ട് എന്നെ ഒരു മാസത്തേക്ക് നവംബർ 30-ാം തീയതി ഏൽപ്പിച്ചു. ആ 30-ാം തീയതിക്ക് ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഉണ്ടെന്നല്ലേ പറഞ്ഞേ? അല്ല അതെനിക്കറിയില്ല. അല്ല അതൊക്കെ ഞാൻ പറയുന്നത് എന്താ അറിയോ? നമുക്ക് ഒരു മാസത്തേക്ക് സ്റ്റേഡിയം തന്ന് കളി തീരുമാനിച്ചത് സർക്കാരാണ്. ആ ഒരു കളി തീരുമാനിച്ചതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തീകരിക്കും. ഇനി കളി എന്താ ഇപ്പം എന്താ സംഭവിച്ചിട്ടുള്ളത്? നിങ്ങൾ ആഘോഷിക്കുന്നത് എങ്ങനെയാ? മെസ്സി വരില്ല എന്ന് പറഞ്ഞിട്ടല്ലേ? അർജന്റീന വരില്ല എന്ന് പറഞ്ഞിട്ടല്ലേ? ഞാൻ അങ്ങനെയാണോ പറഞ്ഞത്? ഞാൻ പറഞ്ഞെന്താ? മാർച്ച് മാസത്തേക്ക് കളി മാറ്റി വെക്കുമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതിനപ്പുറത്തെ അടുത്ത വിൻഡോയിലേക്ക് കളി മാറ്റി വെക്കുമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അല്ല ഒരു മിനിറ്റ് എന്താ 100% ഉറപ്പുള്ളതുകൊണ്ടാണ് ഉണ്ടെന്ന് പറയുന്നത്. 100% ഉറപ്പുണ്ട്. നിങ്ങൾക്ക് 2 മാസത്തിലെ ഉറപ്പ് ഞാൻ തന്നെ വന്ന് പറഞ്ഞല്ലോ. ഇതിൻ്റെ ഈ കാര്യങ്ങളാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം എന്താ ഈ അർജന്റീന ഫുട്ബോൾ അസോസിയേഷനും ഓസ്ട്രേലിയയുമായിട്ടുള്ള ധാരണ ഉണ്ടാക്കി നമുക്ക് ഫിഫ അപ്രൂവൽ കിട്ടിയിട്ടില്ല. ഫിഫ അപ്രൂവൽ അടുത്ത ഡേറ്റിനുള്ളിൽ ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് എടുക്കും. എന്നിട്ട് കളി നടത്താൻ വേണ്ടി ശ്രമിക്കും, അല്ലെങ്കിൽ കളി നടത്തും. ഞാൻ എന്തായാലും 2-3 ദിവസത്തിനുള്ളിൽ ക്ലാരിറ്റിയോടുകൂടി ഇത് പറയും. ഇനി ഉണ്ടോ ഇല്ലയോ? ഉണ്ടെന്നെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. മെസ്സി വരുമെങ്കിൽ ഇല്ല. ഇനി മെസ്സി വരുമെങ്കിൽ അർജന്റീനയെ കൊണ്ട് തന്നെ അവരെ കൊണ്ട് പറയിപ്പിക്കും. വരുന്നുണ്ട് ഇല്ല മാർച്ച് മാസം വരും എന്ന് പറയുമ്പോൾ നവംബർ 30 വരെയുള്ള അല്ല അത് കഴിഞ്ഞിട്ട് അത് സർക്കാരാണ് തീരുമാനിക്കേണ്ടത്. ഞാൻ എന്താ ചെയ്യുന്നത്? ഞാൻ ഈ വർക്ക് തീർത്തിട്ട് സർക്കാർ ഹാൻഡ് ഓവർ ചെയ്യും. സർക്കാരിന് സൗകര്യം ഉണ്ടെങ്കിൽ തന്നാൽ മതി. സർക്കാർ പറയും ഇനി അർജന്റീനെ കൊണ്ടുവരണ്ട, മെസ്സിനെ കൊണ്ടുവരണ്ട, കളി നടത്തണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ നിർത്തി അവസാനിച്ചോടെ. എനിക്ക് ആ നഷ്ടം ഞാൻ സഹിച്ചു. ആ നഷ്ടം സഹിച്ചു. അത് ഞാൻ സഹിച്ചു. ആ പൈസ എൻ്റെ പൈസ കൊടുക്കും. ആ 70 കോടി രൂപ നഷ്ടം ഞാൻ സഹിച്ചു എന്നേ. അല്ല അത് നിങ്ങളുടെ ശൈലിയാണ്. നിങ്ങൾ ലാഭം കണ്ടിട്ട് മാത്രമേ കൈകാര്യം ചെയ്യുള്ളായിരിക്കും. പക്ഷെ ഞാൻ അങ്ങനെയല്ല. ഞാൻ ഒരു പല കാര്യങ്ങൾക്ക് ലാഭം കാണാതെ തന്നെ ചെയ്യുന്നുണ്ട്. ഈ സമൂഹത്തിന് എന്തെങ്കിലും കൊണ്ട് ഗുണം ഉണ്ടാവണമെന്ന് കൂടെ ആഗ്രഹിക്കുന്നുണ്ട്. സേവനമായിട്ടാണ് കണക്കാക്കുന്നത്. പക്ഷേ നിങ്ങൾക്കാണെന്ന് 70 കോടി വലിയ ബഹളാക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വൃത്തിയായി ഇതിനെ കൈകാര്യം ചെയ്യണമെന്നും ഈ നാടിന് എന്തെങ്കിലും ഗുണം ഉണ്ടാവണമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. നിങ്ങൾ 130 അല്ല, അതിൽ കൂടുതൽ കൊടുത്തിട്ടുണ്ടെന്നേ. അത് ആദ്യത്തെ ഗഡുവാണ് 130 കൊടുത്തത്. അതിനൊക്കെ കൂടുതൽ കൊടുത്തിട്ടുണ്ട്. ആ പൈസേൻ്റെ കണക്ക് ഞാൻ ഓൾറെഡി എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. അല്ല ആ പൈസ എനിക്ക് തിരിച്ചു വരുമല്ലോ. ആ പൈസ ഒറിജിനൽ തരാത്ത പ്രശ്നമൊന്നുമില്ല. അത് നിങ്ങളാണ് ഉണ്ടാക്കുന്നത് തരാത്ത പ്രശ്നമുണ്ടെന്ന്. ഞാൻ പറയുമ്പോൾ എനിക്ക് അവർ തന്നോളൂ. അർജന്റീന വരുന്നില്ലെങ്കിൽ അത് ആ പൈസ എടുത്ത് മുങ്ങാനൊന്നും പോകുന്നില്ലല്ലോ. ആ പൈസ എന്നെ സംബന്ധിച്ച് നഷ്ടം എവിടെ ഉണ്ടാവുക? ഈ സ്റ്റേഡിയം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഇറങ്ങി തിരിച്ചു, അതിന് നഷ്ടം. ഞാൻ എന്താ പറയുന്നറിയോ? നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വിവാദം എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഭാഗത്ത് ഞാനില്ല. കാരണം എന്തുകൊണ്ടറിയോ? വിവാദം ഉണ്ടായിക്കോട്ടെ, എന്നെ സംബന്ധിച്ച് പ്രശ്നമല്ല. പക്ഷേ എന്താണ് ഒരു നാടിൻ്റെ വികസനത്തിന് ഉണ്ടാകുന്ന ദോഷം? ആ ദോഷം എന്താണ്? അത് പൊളിറ്റിക്സ് ആക്കാൻ പാടില്ല. അത് പൊളിറ്റിക്കിലേക്ക് മാറ്റിയിട്ട് അതിനെ കൈകാര്യം ചെയ്താൽ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാവുന്ന പറഞ്ഞു. അല്ല പ്രോട്ടോകോൾ പാലിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾ ആകാശത്തിൽ ഉണ്ടാക്കണ്ട. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെയ്തത്
വൃത്തിയായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. എൻ്റെ സമയത്ത് ഞാൻ ചെയ്തതിനെല്ലാം ഡോക്യുമെൻ്റ് ഉണ്ട്, ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തിനും പെർമിഷൻ ഉണ്ട്. ഇവിടെ എനിക്ക് തോന്നുന്നു 5, 6, 7 എഞ്ചിനീയർമാരുണ്ട് ഇവിടെ. സർക്കാരിൻ്റെയും SKFിൻ്റെയും GCDൻ്റെ ഒക്കെ ഇഷ്ടംപോലെ എഞ്ചിനീയർമാരുണ്ട്. ഇവരെല്ലാം നോക്കുന്നുണ്ട്. ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. 38 എർത്ത് വേണം ഈ സ്റ്റേഡിയത്തിന്, ഈ ലൈറ്റുകൾ മുഴുവൻ വർക്ക് ചെയ്യണമെങ്കിൽ. ഒരെർത്തില്ലാതെ ഞാൻ പറഞ്ഞു. ഈ സ്റ്റേഡിയം ഇത്രയും നാളെന്ന് പറഞ്ഞാൽ ഒരെർത്തില്ലാതെയാണ്. ഇപ്പം ഞാൻ 38 ഏത് 1 കോടിക്ക് മേലെയാണ് എർത്ത് ഫിറ്റ് ചെയ്യുന്ന സാധനം. കാരണം മനസ്സിലായോ? ഈ സ്റ്റേഡിയത്തിൽ ലൈറ്റ്സ് നിങ്ങളൊന്ന് മേലെ കയറി നോക്കും. ഞാൻ അതിൻ്റെ ഫോട്ടോസ് നിങ്ങൾക്ക് തരാം. ഞാൻ എൻ്റെ വേണമെങ്കിൽ നിങ്ങളുടെ കയ്യിലേക്ക് വാട്സപ്പ് ചെയ്ത് തരാം. ഇതിൻ്റെ അവസ്ഥ, മേലത്തെ അവസ്ഥ. കാറ്റ് പിടിച്ച താഴെ വിടാൻ ഏതോ ദൈവത്തിന് അനുഗ്രഹം കൊണ്ടാണ്. മനസ്സിലായോ? ഞാൻ പറയുന്നത് ഇത് മുഴുവൻ വൃത്തിയാക്കി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞ് ഇത്രയും രീതിയിലേക്ക്. ഇതിപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, നിങ്ങൾ സ്റ്റേഡിയം ഇന്ന് കാണുന്ന ആൾക്കാരല്ലേ. ഈ സ്റ്റേഡിയം ഇങ്ങനെയായിരുന്നോ കിടന്നിരുന്നത്? ഞാൻ എന്തിനാണിത് ചെയ്യുന്നത്? ഞാൻ ചെയ്ത തെറ്റെന്താ അതൊന്ന് പറഞ്ഞാൽ. അല്ല, ഒരു മിനിറ്റ്, നിങ്ങൾ ഈ ഫാൾട്ട് ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ. ഞാൻ ആ എഫേർട്ടിനെ അംഗീകരിക്കേണ്ട. അല്ല, എഫേർട്ടിനെ അംഗീകരിക്കേണ്ട. നിങ്ങൾ എന്ത് ചെയ്യാതെ അതിനെ എന്താണ് വക്രവൽക്കരിച്ച് ഈ സംവിധാനത്തിൽ ഇല്ലാതാവില്ല. അല്ല, അതാണ് ഫിഫ അംഗീകാരം. അല്ല മേഡം, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഒറ്റ മിനിറ്റ്, ഒരു സെക്കൻഡ്. ഒരാൾ ചോദിച്ചാൽ പറഞ്ഞുതരാം. ഞാൻ ഈ ഫിഫ അംഗീകാരം ഇല്ലാതെ ഒരു കളി നടത്താൻ കഴിയില്ല നിങ്ങൾക്കറിയാം. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഫിഫ അംഗീകാരമുള്ള സ്റ്റേഡിയം കേരളത്തിൽ വേണ്ടെന്നാണോ? അങ്ങനെയാണോ? ഈ സ്റ്റേഡിയം ഇങ്ങനെ കാട് മുടിച്ച് കിടന്നാൽ മതിയോ? അല്ലെങ്കിൽ ഇത് ഇപ്പോൾ അംഗീകാരത്തിൽ, അല്ലെങ്കിൽ പറയണം ഇത് ആൻറ്റി ഓഗസ്റ്റ് ഇത് ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞോളൂ. അതാണ് ഞാൻ അംഗീകരിക്കാം. അങ്ങനെ പറ്റില്ല. കാരണം എന്തുകൊണ്ടെന്നറിയോ? നമുക്കറിയില്ല ഈ ഫിഫ. കാരണം 2022 റൂളിലായിരുന്നു എന്ത് ഫിഫ അംഗീകാരം വേണമെന്ന് അറിയുന്നത്. നമ്മളെ വിചാരം എന്താ? 2017 അണ്ടർ-17 കളിച്ചാണ്. ഫിഫ അണ്ടർ-17 കളിച്ച സ്ഥലമാണ്. ആ സമയത്ത് ഈ സ്ഥാനത്ത് അംഗീകാരം ഉണ്ടെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ആ സമയത്ത് സ്റ്റാൻഡേർഡ് മാത്രം മതിയായിരുന്നു, ഫിഫ അംഗീകാരം വേണ്ടിയിരുന്നില്ല. ഇപ്പോൾ 2022 പുതിയ റൂൾ കൊണ്ടുവന്നു ഫിഫ. ആ റൂൾ പ്രകാരം എന്താണ്? ഫിഫയ്ക്ക് സ്റ്റേഡിയത്തിന് അംഗീകാരം വേണം. ശരിക്കും എല്ലാ സ്റ്റേഡിയങ്ങളും ചെയ്യുന്ന പണി എന്താ? ഇപ്പം നിങ്ങൾ പല സ്റ്റേറ്റുകളും നോക്കിയാൽ അറിയാം, പല സ്റ്റേഡിയങ്ങളും ഫിഫ അംഗീകാരത്തിൽ ഉയർത്തുന്നുണ്ട്. പല സ്ഥലത്തും വർക്ക് കിടക്കുന്നുണ്ട്. കാരണം അതിന് ഇത്ര സീറ്റിംഗ് വേണം, ഇത്ര കപ്പാസിറ്റി വേണം, ഇതുപോലത്തെ പിച്ചുകൾ വേണം, ഇന്ന ലൈറ്റ് വേണം, അതുപോലെ ഇന്ന ഇക്വേഷൻ പ്ലാൻ വേണം. ഇത് വേണം. ഇത് ആ അർത്ഥത്തിലേക്ക് ഉയർത്തി കഴിഞ്ഞാൽ അത് നല്ലതാണെന്നേ. ഇനി ഞാൻ മെസ്സി വന്നാലും വന്നില്ലെങ്കിലും ഒക്കെ നല്ലതാണ്. പക്ഷേ ഞാൻ എന്താ പറയുന്നതെന്നറിയോ? മെസ്സി വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആലോചിക്കുന്നുണ്ട് ഇനി മെസ്സിനെ മാത്രം കൊണ്ടുവന്നാലോ എന്ന്. കാരണം അനാവശ്യ ചർച്ചയാണ്. ഞാൻ മെസ്സിനെ മാത്രം കൊണ്ടുവന്നാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. ഞാൻ സർക്കാരിനോട് പറയും മെസ്സിനെ മാത്രം കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. സർക്കാർ അംഗീകരിക്കുകയാണെങ്കിൽ ഞാൻ മെസ്സിനെ മാത്രം കൊണ്ടുവരും. ഒഴിഞ്ഞുമാറ്റമല്ല. അതാണ് നിങ്ങൾ തിരിക്കുന്ന കണ്ടോ? മെസ്സി വരുന്നുണ്ടോ നിങ്ങൾ തിരിക്കും. അതാ ഞാൻ പറയും, ഒഴിഞ്ഞുമാറ്റമല്ല. ഞാൻ പറയുന്നറിയോ? നവംബർ അല്ല, ഒരു മിനിറ്റ് സഹോദര, പറഞ്ഞോട്ടെ. മെസ്സിനെ മാത്രം കൊണ്ടുവരാൻ ഉദ്ദേശിക്കും, മെസ്സിനെ മാത്രം കൊണ്ടുവരാൻ കഴിയും. ഞാൻ അതിന് ശ്രമിക്കും എന്നുള്ളതല്ല, അത് നടക്കും. ആ സമയത്ത് ഒരു മിനിറ്റ്. ഇനി അത് കഴിഞ്ഞിട്ട് മാർച്ചിലേക്ക് ഈ നവംബറിൽ അപ്രൂവൽ കിട്ടുമല്ലോ. ഞാൻ പറഞ്ഞത് നവംബറിൽ അപ്രൂവൽ എടുത്ത് സ്റ്റേഡിയം ഹാൻഡ് ഓവർ ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്. സ്റ്റേഡിയം ഹാൻഡ് ഓവർ ചെയ്യും. അതിനുശേഷം മാർച്ച് വരെ സമയമുണ്ടല്ലോ. അതിനുശേഷം സർക്കാരിന് ഇഷ്ടമുണ്ടെങ്കിൽ, GCDക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, ഈ കളി നടത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രം നടത്തിക്കൂടെ ഞാൻ ചെയ്തുതരാം. ഫിഫ കോൺടാക്ട് ചെയ്യുന്നത് സ്പോൺസർ ആയിട്ടാണോ അതോ അല്ല ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ? അതാ ഞാൻ പറയട്ടെ. അത് നിങ്ങൾക്ക് അറിയില്ലാഞ്ഞിട്ട് അതാ ഞാൻ നിങ്ങളോട് പറയുന്നത്. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഇതിനകത്ത് നല്ല റോളുണ്ട്. അവർ നിരന്തരം ഡിസ്കഷൻ നടത്തുന്നുണ്ട്. അവർ ഇതുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെന്നേ. അതില്ലാന്ന് നിങ്ങൾ പറയല്ലേ. അവർക്കറിയാം ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നും എങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് അറിയാം. അവർ തന്നെ ഡിസ്കസ് ചെയ്തിട്ട് ഇതൊക്കെ ചെയ്യുന്നത്. നിങ്ങൾ പറയുന്ന പോലെ ഞാൻ ചെന്നിട്ട് നേരെ കൊടുക്കുകയല്ല. അത് എല്ലാം ഇപ്പം നിങ്ങളോട് പറയാൻ കഴിയുമോ? ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എന്താ ഫെഡറേഷനുമായിട്ട് സംസാരിച്ച് ധാരണയായിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. ഇപ്പം മാതൃഭൂമിനെ സംബന്ധിച്ചിടത്തോളം അയ്യോ ഞാനിതാ കൊള്ളയടിച്ച് കൊണ്ടുപോകാണെന്ന് പറയുന്ന പോലെയാണ് പറയുന്നത്. ഞാൻ കൊള്ളയടിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് ഒരു മിനിറ്റ് പറഞ്ഞിട്ട് തീർത്തട്ടെ. എന്നെ സംബന്ധിച്ചിടത്തോളം എന്താ, ഇവിടെ ഞാൻ ഇത്രയും പൈസ മുടക്കി ഈ സ്റ്റേഡിയം നവീകരിച്ച് ഞാനിത് സർക്കാരിന് വിട്ടുകൊടുക്കും. അതിനുശേഷം എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് എന്ത് നിർമ്മാണ പ്രവർത്തനം നടത്താം, എനിക്കിതിനകത്ത് ഒരു അധികാരം ഉണ്ടാവില്ല. എനിക്കത് വേണ്ടതാനും. ഞാൻ ഉദ്ദേശിച്ചത് എന്താ, ഒരു ഇൻ്റർനാഷണൽ ഫ്രണ്ട്ലി മാച്ച് ഇന്ത്യയിൽ ആദ്യമായിട്ട് കൊച്ചി സ്റ്റേഡിയത്തിൽ കളിക്കാൻ വേണ്ടി കാര്യം ചെയ്യും. അത് ചെയ്യാനുള്ള മാക്സിമം ശ്രമം നടത്തും. അത് തന്നെ ചെയ്യാനുള്ള കാര്യങ്ങൾ നടത്തും. ഇനി ഇല്ല ചേട്ടാ, ഞാൻ പറയുന്ന ഒരു സുതാര്യത പ്രശ്നമില്ല. ഒറ്റ പ്രശ്നമുള്ളൂ. എന്താണെന്നറിയോ? അല്ല ഞാൻ ഒരു പറയാം. അല്ല ഞാൻ പുലർത്തിയിട്ടുണ്ടല്ലോ. നിങ്ങൾ ഒരു മിനിറ്റ്, നിങ്ങൾ സൂക്ഷ്മത എന്താ സൂക്ഷ്മത പുലർത്താത്തതെന്ന് പറഞ്ഞേ. അതായത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ആ ടീമിനെ ക്ഷണിക്കുകയോ അല്ലെങ്കിൽ ആ ഡേറ്റ് പ്രഖ്യാപിക്കുകയോ സ്കോഡ് അനൗൺസ് ചെയ്യുന്നതിന് മുമ്പ് ഈ സ്റ്റേഡിയത്തിന്റെ അതുപോലെ ഈ സ്റ്റേഡിയം യോഗ്യമാണോ അതൊക്കെയല്ല ആദ്യം. അതാണ് ഞാൻ ആദ്യത്തെ ചർച്ചയിൽ ഞാൻ പറഞ്ഞില്ലേ. എന്താണ് പറയുക? ആദ്യത്തെ പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. എന്താണ് ഞാൻ പറഞ്ഞത്? ഈ നവംബർ മാസം 10 തുടങ്ങി 18 വരെയുള്ള വിൻഡോയിൽ കളി നടത്തുമെന്ന് പറഞ്ഞത് ആരാ? അർജന്റീന ഫുട്ബോൾ അസോസിയേഷനാണ്. എങ്ങനെയാണ് അവർക്കത് പറയാൻ കഴിയുക? എന്താ പറയുക? ഈ വിൻഡോ ഫിഫ നമുക്കായിട്ട് അനുവദിച്ചു, കേരളത്തിൽ കളിക്കാൻ അനുവദിച്ചത് ശേഷമാണ് ഇത് പറയുന്നത്, അനൗൺസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്താണ് ഒരു സ്റ്റേഡിയം രജിസ്ട്രേഷൻ നമ്പർ ഉണ്ട്. ആ നമ്പർ ഈ സ്റ്റേഡിയത്തിന് ഇല്ല.
അപ്പോഴാണ് അറിയുന്നത് എന്ത്, ഇതിന് അപ്രൂവൽ ഇല്ല, ഈ സ്റ്റഡി അപ്രൂവൽ ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണം, അടുത്ത ഫോർമാറ്റ് എന്താ, അപ്രൂവലിന് വേണ്ടി കൊടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഇത് നേരത്തെ നമുക്കറിയാമെങ്കിൽ നമ്മൾ ഈ സ്റ്റേഡിയം നിശ്ചയിക്കുമോ? നിങ്ങൾ ചിന്തിച്ചാൽ പോരെ, ഇത്രയും പൈസ കൊടുക്കി നമ്മൾ നിശ്ചയിക്കുമോ? ആർക്കും അറിയില്ല, ഇന്ത്യയിൽ തന്നെ അറിയില്ല എന്ന് ആർക്കും അറിയില്ല. ഞാൻ പറയാം, ഫെഡറേഷൻ അറിയില്ലായിരുന്നു, ഫെഡറേഷൻ പോലും അറിയില്ല. ഞാൻ എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ സൗദി മീറ്റിങ്ങിന് പോയ സമയത്ത് ഫെഡറേഷൻ പ്രസിഡന്റ് എൻ്റെ കൂടെ ഉണ്ട്. അദ്ദേഹത്തിന് പോലും അവിടെ നിന്നാണ് അറിയുന്നത് ഇങ്ങനൊരു പ്രശ്നമുണ്ടെന്ന്. അവിടെ സംസാരിച്ചപ്പോഴും ഇങ്ങനെയൊരു കുരുക്ക് അതിനകത്തുണ്ടെന്ന് അറിയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇന്ത്യയിൽ പൈസ ഇല്ലാത്ത, ഫിനാൻസ് ഇല്ലാത്ത ആൾക്കാർ, ഒരു മിനിറ്റ് ഈ പിന്നെ ഇതൊക്കെ അറിയാവുന്നിട്ടല്ലാന്നേ. കാരണം ഇന്ത്യയിൽ പണമില്ലാത്ത ആൾക്കാർ ഉണ്ടായിട്ടല്ല. കാരണം ഒരു സ്റ്റേഡിയം നവീകരിച്ച് പണിതതിന് ശേഷം ഒരു കളി കൊണ്ടുവരാൻ വേണ്ടി ആരും റിസ്ക് എടുക്കില്ല. അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യുന്നു, വേണ്ട എന്ന് നോക്കുന്നു. പ്രധാനപ്പെട്ട ഇപ്പോൾ റിലയൻസ് പോലെയുള്ള കമ്പനികളുണ്ട്, ISL നടത്തുന്ന കമ്പനിയല്ലേ, അവർക്ക് ഇൻ്റർനാഷണൽ ഫ്രണ്ട്ലി മാച്ചിൽ കൊണ്ടുവരാം. പക്ഷേ അവരെന്താ വേണ്ടാന്ന് നോക്കുന്നതെന്ന് അറിയോ, ഒരു ഇൻ്റർനാഷണൽ സ്റ്റേഡിയം പണിതിട്ട് ആ റിസ്ക്കും കൂടി ഏറ്റെടുക്കാൻ അവർ തയ്യാറല്ല. എന്നിട്ട് അവർ കളി നടത്താൻ തയ്യാറല്ല. ഞാൻ എന്താ ചെയ്തത്, ഞാൻ ആ വഴിക്കിടാൻ നിശ്ചയിച്ചില്ലല്ലോ. ഈ തുടങ്ങുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഫിഫ അപ്രൂവൽ വേണമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തിട്ടില്ല, അയ്യോ ഫിഫ അപ്രൂവലുള്ള സ്റ്റേഡിയം നമുക്കില്ല, അതുകൊണ്ട് എൻ്റെ പൈസയൊക്കെ നഷ്ടപ്പെടും, എൻ്റെ പൈസ തിരിച്ചു എന്നൊക്കെ പറഞ്ഞാൽ എനിക്കിത് ഉപേക്ഷിച്ച് പോയായിരുന്നല്ലോ. ഞാൻ പോയില്ലല്ലോ. എനിക്കിപ്പോഴും കളി നടക്കില്ല എന്നുള്ള ധാരണ നിങ്ങൾ പറയുന്നുണ്ടല്ലോ, നവംബറിൽ കളി നടക്കില്ല. ഞാനിപ്പോഴും പറയുന്നത് എന്താ, ശരി ഞാൻ ഇറങ്ങി തിരിച്ചു, ഞാൻ ഈ സ്റ്റേഡിയം നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ വൃത്തിയാക്കി പണിത് തരാം എന്നാണ് പറയുന്നത്. അല്ലാതെ ഞാൻ എന്താ പറയുക, അയ്യോ ഞാൻ പണി നിർത്തിയെന്ന് പറഞ്ഞോ? ഞാൻ നിർത്തിയില്ല. ഞാൻ 70 കോടി സ്പെൻഡ് ചെയ്തു. ഇനി 70 കോടി 60 കോടിയോ 100 കോടി ആയിക്കോട്ടെ, ആ പൈസ എത്രയാണോ, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അപാകത ചൂണ്ടിക്കാണിക്കാനുണ്ടോ അതും കൂടെ ഞാൻ ചെയ്യാമെന്ന്. നിങ്ങൾക്ക് ഏതെങ്കിലും സ്ഥലത്ത് ഇന്ന സ്ഥലത്ത് ഇത് ഇങ്ങനെ പറ്റില്ല എന്ന് പറയാം, അതുകൂടെ ചൂണ്ടിക്കാണിക്കുക, അതുകൂടെ ഞാൻ പണിതിട്ട് 30-ാം തീയതി ഹാൻഡ് ഓവർ ചെയ്യാം. അതെ, അത് പറയാം. ആയിക്കോട്ടെ, ഞാൻ പറയുന്നത് എന്താണ്, ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയത്ത് ഇതെല്ലാം അതാത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പെർമിഷനോട് കൂടിയിട്ട് അവരാണ് പെർമിഷൻ തരുന്നത്. ഇത് ചെയ്തോളാൻ പറഞ്ഞാൽ ചെയ്യും. ഇപ്പം ഞാൻ പറയാം, ഇനി ഇവിടെ സീറ്റ് ചേഞ്ച് ചെയ്യുന്നുണ്ട്, ഈ സീറ്റിൻ്റെ പ്ലാൻ അവർക്ക് കൊടുക്കുന്നുണ്ട്, ഇത് ചെയ്തോളാൻ പറഞ്ഞാൽ ചെയ്യും. മനസ്സിലായി? ഇപ്പം 38 എർത്തിങ് കൊടുക്കുന്നുണ്ട്, ഒരു 1.5 കോടി രൂപ റേറ്റ്. എന്നെ സംബന്ധിച്ചോളം 2 എർത്തിങ് ഇട്ട് പോയാൽ മതി. ഞാൻ എന്തിനാണ് ഈ 38 എണ്ണം ചെയ്യുന്നത്? ഇത് ഞാൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഭാവിയിൽ എന്തെങ്കിലും ഒരു ഷോക്ക് അടിച്ച് കഴിഞ്ഞാൽ അതോ അവൻ ചെയ്ത കുറ്റമാണെന്ന് പറയാൻ കേൾക്കാതിരിക്കാൻ വയ്യാൻ വേണ്ടിയിട്ട് 38 എണ്ണം ചെയ്യുന്നുണ്ട്. 2 എണ്ണം ഇട്ടിട്ട് പോയാലും മതി. എന്നെക്കുറിച്ച് നമ്മൾ ചെയ്യുന്നില്ല. അപ്പോൾ അതാത് ഡിപ്പാർട്ട്മെൻറ്റ്, ഇലക്ട്രിക് ഡിപ്പാർട്ട്മെൻറ്റ് വന്നിട്ട് ഇതിങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ചെയ്യുന്നത്. PWD വന്ന് ഇങ്ങനെ ചെയ്യണമെന്ന് പറയുമ്പോൾ, ഞാൻ 6 ഫീറ്റിൽ മതിൽ കെട്ടാൻ തീരുമാനിച്ച ആളാണ്. എന്നോട് പറഞ്ഞു 6 ഫീറ്റ് പോരാ, 9 ഫീറ്റ് ഹൈറ്റിൽ മതിൽ കെട്ടണം എന്ന് പറയുമ്പോൾ 9 ഫീറ്റിൽ മതിൽ കെട്ടുകയാണ്. അതെ, ഫൗണ്ടേഷൻ എടുക്കുന്ന സമയത്ത് ടെസ്റ്റിംഗ് ഉണ്ടായിരുന്ന ഫൗണ്ടേഷന് മേലെ മതിൽ കെട്ടിയാൽ മതി എന്നായിരുന്നു ആദ്യം തീരുമാനം ഉണ്ടായിരുന്നത്. പക്ഷേ എന്താണെന്നറിയോ, മതിൽ പൊളിച്ച് നോക്കുമ്പോൾ അടിയത്തെ ഫൗണ്ടേഷൻ ഇല്ല, മുഴുവൻ പോയി കിടക്കുകയാണ്. കാരണം 10-20 വർഷം മുന്നേ ഉണ്ടാക്കിയ ഫൗണ്ടേഷനാണ്, മുഴുവൻ പോയി. ഇപ്പോൾ എന്താ ചെയ്യുന്നത്, നിങ്ങൾ പോയി നോക്കിയാൽ മനസ്സിലാവും, ആ ഫൗണ്ടേഷൻ മുതിയാൻ 6 അടി താഴേന്ന് കോൺക്രീറ്റ് ചെയ്ത് കെട്ടിയിട്ട് മേലെ കയറി അതിന് മേലെ കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ചെയ്യുന്നത്, PMK ആണ് ചെയ്യുന്നത്. നിങ്ങൾ ചോദിച്ചാൽ കേരളത്തിലെ ഏറ്റവും വലിയ കൺസ്ട്രക്ഷൻ കമ്പനിപ്പെട്ട ഒന്നാണ്. ആ കമ്പനിയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് പണം ഞാൻ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പം അയ്യോ അവിടെ കമ്പനി മരത്തിൻ്റെ കമ്പ് കെട്ടി, ഇവിടെ ചോല കെട്ടി, അവിടെ നിങ്ങൾ കണ്ടില്ലേ, ഇത് പൊളിച്ചിട്ട് കണ്ടില്ലേ, അങ്ങനെയൊന്നും അല്ലല്ലോ. ഇതിൻ്റെ ദോഷം എന്താ? ആ ദോഷം നിങ്ങൾ പറഞ്ഞിട്ട് എന്നെ ക്രൂശിച്ചോളൂ, ഒരു ബുദ്ധിമുട്ടോ കാര്യത്തിനകത്തില്ല. ഞാൻ ഈ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു ചാനലിൻ്റെ ഓണറാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ചാനലിൽ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി. ഞാൻ നിങ്ങളെ കാണുന്നുണ്ടല്ലോ, നിങ്ങളോട് പറയുന്നുണ്ടല്ലോ, എനിക്കിത് പറയേണ്ട കാര്യമുണ്ടോ? പറയേണ്ട കാര്യമില്ല. കാരണം എന്താ പറയുക, ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു കള്ളത്തരം ചെയ്യാൻ ഉദ്ദേശിച്ചില്ല, അല്ലെങ്കിൽ എനിക്ക് ഇതിൻ്റെ അകത്തൊരു ബുദ്ധിമുട്ടില്ല എന്നുള്ള സ്ഥലത്ത് ഞാൻ പറഞ്ഞുകൊണ്ടേ ഇരിക്കും. കേൾക്കാൻ പറ്റുന്നവർ കേട്ടോട്ടെ, എന്നെ കളിയാക്കുന്നു. കാരണം ഞാൻ ഈ മാധ്യമങ്ങളുടെ താരാട്ടിൽ വളർന്ന ആളൊന്നുമല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് ബുദ്ധിമുട്ടുമില്ല. ഞാൻ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെയ്യാൻ നിശ്ചയിച്ച കാര്യം, അത് നിശ്ചയിക്കുന്നത് ഏതറ്റം വരെ പോകുന്നു അവിടെ വരെ പോകും. ഇനി അത് കഴിഞ്ഞിട്ട് നടക്കുന്നില്ലേ, ശ്രമിക്കാതിരിക്കില്ല. കായിക മന്ത്രിയുടെ സ്പെയിൻ സന്ദർശനത്തിന് വന്ന ചെലവ് ഉൾപ്പെടെ അത് പൊതുഖജനാവിൽ നിന്നാണ്. അതൊന്നും എനിക്കറിയാം, അത് എൻ്റെ ഭാഗമല്ലോ മോനെ. ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ. അല്ല അത് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമല്ല. നിങ്ങൾ കായിക മന്ത്രിയുടെ ചിലവോ സർക്കാരിൻ്റെ ചിലവൊക്കെ നിങ്ങൾ സർക്കാരിനോട് ചോദിച്ചോളൂ. നിങ്ങൾ എന്നോട് ചോദിക്കേണ്ട കാര്യം എന്താ? ഞാൻ ഈ സ്പെൻഡ് ചെയ്തതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഈ സ്റ്റേഡിയം പിടിച്ചെടുക്കാനുള്ള പ്ലാനാണോ? അതാണല്ലോ ഇപ്പോൾ ഇന്ന് MP പറഞ്ഞു അതിൻ്റെ ഭാവി പ്ലാൻ. എനിക്ക് ഭാവി ഇതാണ് എൻ്റെ പ്ലാൻ. ഞാനിത് വിട്ടുകൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഞാനത് പക്ഷേ എന്താ, ഇത് ഈ അവസ്ഥയിൽ ഇട്ട് കൊടുക്കില്ല. ഇത് പൂർത്തീകരിച്ചു. ഇനിയിപ്പോൾ ഈ അവസ്ഥയിൽ ഇടാൻ പറഞ്ഞാൽ ഇടും. സർക്കാർ ഇനി പണിയണ്ട, ഇനി എനിക്ക് ലെറ്ററായിട്ട് തന്നാൽ മതി, ആൻഡ് ഓഗസ്റ്റിന് ഈ സ്റ്റേഡിയത്തിൽ ഇനി ഒരു പണി നടത്തണ്ട, ഇതിവിടെ ഇങ്ങനെ ഇട്ടോളാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ഇടും. അല്ലെങ്കിൽ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ ഇത് കണ്ടിന്യൂ ചെയ്യും. അല്ല, തങ്ങൾ ലെറ്ററോട് തരണം എനിക്ക്. ഏതോ ഈ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് ഈ വർക്ക് ഇത് ഇവിടെ കൊണ്ട് നിർത്തിക്കോളൂ. അതാരാണ്? ഇപ്പോൾ MP എഴുതി തന്നാൽ മതി, എനിക്ക് എഴുതി തന്നോളൂ, അല്ലെങ്കിൽ MLA എഴുതി തന്നോളൂ. ഈ വർക്ക് ഇനി മുന്നോട്ട് കൊണ്ടുപോകണ്ട, ഇതിവിടെ നിർത്തിക്കോളൂ, ഇനി ഞങ്ങൾ പണിതോളാം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ നിർത്തും. മനസ്സിലായോ? അല്ല, ഞാൻ അതൊക്കെ എൻ്റെ അല്ലല്ലോ, അതൊക്കെ GCD തീരുമാനിക്കേണ്ട കാര്യമാണ്. അതെനിക്കറിയില്ല. അല്ല, അതായിക്കോട്ടെ. അല്ല, ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യേണ്ട ഉദ്ദേശം നീക്കില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവർക്ക് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്ത് ഞാൻ GCDക്ക് ഹാൻഡ് ഓവർ ചെയ്യും.
എനിക്ക് അവകാശം വേണ്ടാന്ന്. അത് കഴിഞ്ഞ് ഏതെങ്കിലും കളി കൊണ്ടുവരുന്ന കാലത്തുണ്ടെങ്കിൽ ഞാൻ ചോദിക്കും. നിങ്ങൾ ഈ കേരള ബ്ലാസ്റ്റേഴ്സ് ചോദിക്കുമല്ലോ, ഒരു മിനിറ്റ് അടുത്ത മിനിറ്റ്. അതാണ് ഈ പറയുന്നത്. ഞാൻ ഈ വർക്ക് ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ ലെറ്റർ GDCDക്കും സർക്കാരിനും കൊടുക്കും. ഇങ്ങനെ മാർച്ചിൽ കളിയുണ്ട്, ഈ സ്റ്റേഡിയം വിട്ടു തരാൻ കഴിയുമോ എന്ന് ചോദിക്കും. പറ്റുമെന്ന് പറഞ്ഞാൽ മാർച്ചിൽ കളി നടത്തും, പറ്റില്ല എന്ന് പറഞ്ഞാൽ നടത്തില്ല. ഇനി നിങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിനോ ISLനോ നിങ്ങൾ ഇവിടെ ഇനി പൊളിച്ച് തലയെ കൊച്ചിടുമല്ലോ, എന്നെ സംബന്ധിച്ച് പ്രശ്നമല്ല. എന്നെ സംബന്ധിച്ച് ഞാൻ ഏറ്റെടുത്ത ഉത്തരവാദിത്തം വൃത്തിയോടുകൂടി കൈകാര്യം ചെയ്തിട്ട് നിർത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാനിത് നിങ്ങൾ എന്നെ ക്രൂശിക്കുന്ന സമയത്ത്, എന്നെ വളരെ വൾഗറായിട്ട് എന്തോ വലിയ സംഭവം കുറ്റം ചെയ്തു എന്ന് പറയുന്ന സമയത്ത് ഞാൻ ചെയ്ത കുറ്റം കൂടെ ചൂണ്ടിക്കാണിക്കണ്ടേ? ഞാൻ ഈ അർജന്റീനയായിട്ട് സംസാരിച്ചത് പ്രശ്നമാണോ? ഞാൻ മെസ്സിനെ കൊണ്ടുവരുമെന്ന് പറഞ്ഞത് പ്രശ്നമാണോ? ഞാൻ ഈ ഫുട്ബോളിന് ഇതിനു വേണ്ടി ഈ സ്റ്റേഡിയം ഇങ്ങനെ പണിയെന്ന് പറഞ്ഞ പ്രശ്നമാണോ? ഞാനത് കേൾക്കാം. നിങ്ങൾ ഈ പറഞ്ഞ കാര്യം ഞാൻ ചെയ്ത് തെറ്റാണ്, ആ തെറ്റ് ചൂണ്ടിക്കാണിക്കണ്ടേ? ആ തെറ്റ് ചൂണ്ടിക്കാണിക്കാതെ ഇത് ചെയ്ത്, അപ്പോൾ ഞാൻ പറയുന്നത് എന്താ, നിങ്ങൾക്ക് ഇത് ഞാൻ ചെയ്യുന്നത് ഇഷ്ടമല്ലെങ്കിൽ അതോ ഏത് അതോറിറ്റി, ഇപ്പോൾ GCDക്ക് പറയാം, പിന്നെ സർക്കാരിന് പറയാം, MP ക്ക് പറയാം, MLAക്ക് പറയാം, ഇത് ഈ പരിപാടി ഇവിടെ നിർത്താം എന്ന് പറഞ്ഞ് നിർത്താം. ഈ സ്പോർട്സ് ഫൗണ്ടേഷൻ കേരളയുമായി നിങ്ങൾ ഒരു ധാരണയിൽ എത്തിയെന്ന് പറയുന്നു. ആ ധാരണയിൽ പറയുന്ന പ്രകാരം ഇപ്പോൾ 30 തീയതി അവസാനിച്ചു. അത്രേ ഉള്ളൂ. 30 തീയതി അതിനുള്ളിൽ കളി നടത്തണം. ഏത് നവംബർ മാസത്തിൽ കളി നടത്തുന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് കളി നടത്തിയിട്ട് 30 തീയതി ഹാൻഡ് ഓവർ ചെയ്യും തിരിച്ച്. എനിക്ക് അത്ര ദിവസമുള്ളൂ. അല്ല, ഞാൻ നവാസ് മീരാനെ 2-3 പ്രാവശ്യം സംസാരിച്ചു, കണ്ടു, ചെയ്തു. അവർ ഉൾപ്പെടേണ്ട ഒരു സംവിധാനം ഇപ്പോൾ ഇല്ല. ഞാൻ പറയുന്നത് കളിയിലേക്ക് എത്തുമ്പോഴല്ല. ഞാനിപ്പോൾ ഇവിടെ കമ്മിറ്റി ഉണ്ടാക്കണം, ഇവിടെ അസോസിയേഷൻ ഉണ്ടാക്കണം. അല്ല, ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. അല്ല, FIFA ആപ്ലിക്കേഷൻ്റെ കാര്യം കേരള സ്റ്റേറ്റിന് ഒന്നും ചെയ്യാനില്ലെന്നേ. നമ്മളത് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഇവിടുന്ന് എല്ലാ ഫയലും, ഇത് അക്രഡിറ്റേഷൻ ഏജൻസികളുണ്ട്, അവരിത് മുഴുവൻ പ്രിപ്പയർ ചെയ്യും. പ്രിപ്പയറിന് ശേഷം ആരുടെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ സൈനോട് കൂടിയിട്ട് അങ്ങോട്ട് അയച്ചു കൊടുക്കണം. ഇത്രയും അതിന് ആവശ്യമുള്ളൂ. അതിന് കേരള ഫുട്ബോൾ ക്ലബിൻ്റെ ഒന്നും ആവശ്യമില്ല, അസോസിയേഷൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഞാൻ നവാസ് മീരിനെ കണ്ടിട്ടുണ്ട്. ഞാൻ നവാസ് മീരോട് ഈ കളി നടത്തും. ഞാൻ അദ്ദേഹത്തോടു കൂടി പറഞ്ഞിട്ടുണ്ട്, എന്ത്, ഈ കളി കഴിയുന്ന സമയത്ത്, കളി വരുന്ന സമയത്ത് നമുക്കൊരു കമ്മിറ്റി ഉണ്ടാക്കണം എറണാകുളത്ത്. ഈ ഫുട്ബോളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഉൾപ്പെടുത്തി. കാരണം ആ സ്റ്റേജിലേക്ക് എത്തിയിട്ടില്ലല്ലോ. ആ എത്തുന്നതിന് മുന്നേ നമ്മൾ എന്തിനാണ് ഇതൊക്കെ ചെയ്തത്? പിന്നെ ഇത് ഞാൻ അതോറിറ്റി അല്ലാന്ന് എന്നെക്കൊണ്ട് എന്താ ചെയ്യുക? ഞാൻ സത്യം പറഞ്ഞാൽ ഗവൺമെൻറ് എടുത്ത ഒരു പ്രൊജക്റ്റ്, ഗവൺമെൻറ് എടുത്ത പ്രൊജക്റ്റിൻ്റെ അകത്ത് ഞാൻ ഈ കളി നടത്താൻ തീരുമാനിച്ചു. ആ കളി നടത്താൻ തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ അത് എന്നോട് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ചെയ്യാമെന്ന് പറഞ്ഞു. ഇത്ര മുതൽ മുടക്കുണ്ടാവും, ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ അന്നേ പറയുന്നുണ്ടല്ലോ, ഞാൻ എന്നെ നിങ്ങൾ ഏതൊക്കെ രീതിയിൽ ക്രൂശിച്ചു നിങ്ങൾ ആലോചിക്കുക. ഞാൻ ടിക്കറ്റ് 50 ലക്ഷം എന്നോ 1 കോടി എന്നോ എവിടെയെങ്കിലും പറഞ്ഞോ? നിങ്ങൾ അവൻ 1 കോടിക്കാണ് വിൽക്കാൻ പോകുന്നത്, 50 കോടിക്ക്. ഇത് നിങ്ങൾ കക്കുന്നവരെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇത് കാണുമ്പോൾ എന്താണ് പുലി വരുന്നതെന്ന് പറഞ്ഞ് പേടിപ്പിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമേ അല്ല. ഞാൻ ഇത്രയും നാളും ഇതിനു വേണ്ടി ആത്മാർത്ഥതയോട് കൂട്ടിയിട്ടാണ് നിന്നിട്ടുള്ളത്. ഈ ആത്മാർത്ഥതയോടുകൂടി ഇനിയും നിൽക്കും. എന്താണ് എന്നോട് ഇത് നിർത്താൻ പറയുന്നത് വരെ? അത് പറയേണ്ടത് ആരാ? സർക്കാരാണ്. അല്ലെങ്കിൽ GCD പറഞ്ഞാലും മതി കേട്ടോ. GCD പറഞ്ഞോളൂ, ഈ സ്റ്റേഡിയത്തിന് തൊടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ നിർത്തും. സർക്കാർ നിർത്തിക്കോളാൻ പറഞ്ഞ് ഞാൻ നിർത്തും. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കുണ്ടായ പേരുദോഷം എന്ന് പറഞ്ഞാൽ മെസ്സിനെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണല്ലോ. ഞാൻ ഇനി കളി വേണ്ടെന്ന് വെച്ചാൽ മെസ്സിനെ കൊണ്ടുവരാൻ തീരുമാനിക്കുകയാണെങ്കിൽ അത് കൊണ്ടുവരും. അതോടുകൂടി അവസാനിക്കും. അതിലൊരു ഒളിച്ചോട്ടമുണ്ട്. എന്താ ഒളിച്ചോട്ടാണ്? ഞാൻ പ്രതീക്ഷിച്ചത്, എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് എന്താണെന്നറിയോ? ഈ സ്റ്റേഡിയത്തിൽ ഇൻ്റർനാഷണൽ മാച്ച് നടത്തുക എന്നുള്ളതാണ്. ആ നടത്താതിരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് മാത്രമുള്ള ദോഷമാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. കേരളത്തിലെ സ്പോർട്സിനും കേരളത്തിൽ ടൂറിസത്തിനും ഇതുപോലൊരു അവസരം ഇനി ഉണ്ടാവില്ല. ഈ മാച്ചെങ്ങാനും കേരളത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, ഇൻ്റർനാഷണൽ 2 ടീമാണ്, അത് ലോകം മുഴുവൻ ചർച്ചയാവും. ചർച്ചയായി കഴിഞ്ഞാൽ ഇതുപോലെ കളി കോച്ചിലേക്ക് നിങ്ങൾ വിചാരിച്ചാൽ പോലും നടക്കാൻ പറ്റില്ല. നിങ്ങളിപ്പോൾ എല്ലാ കേരളത്തിലെ റീജിയണൽ മാധ്യമങ്ങളെല്ലാം കൂടി വിചാരിച്ചിട്ട് കളീനെ കൊണ്ടുവന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ നടന്നു വരില്ല. കാരണം അത് ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് ചെറുതായിരിക്കില്ല, ദോഷം ചെറുതായിരിക്കില്ല. ഞാനുണ്ടല്ലോ 1 ലക്ഷം സ്പോർട്സ് കിറ്റ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഈ കളീൻ്റെ ഭാഗമായിട്ട്. 1 ലക്ഷം സ്പോർട്സ് കിറ്റ്. ഞാൻ എൻ്റെ പ്രൊമോ കണ്ടറിയാം. എല്ലാ ജില്ലകൾക്കും 5000 ബോൾ കൊടുക്കാൻ തീരുമാനിച്ചായിരുന്നു. എല്ലാ സ്കൂളുകൾക്കും ഈ 10 കിറ്റും 150 ബോളും വെച്ച് കൊടുക്കാൻ തീരുമാനിച്ചായിരുന്നു. മനസ്സിലായോ? 1,70,000 1,60,000 ബോളാണ് ഞാൻ കൊടുക്കാൻ തീരുമാനിച്ചത്. ഇതിന് ഉയർത്താൻ വേണ്ടി തന്നെയാണെന്നേ. എന്താ അറിയോ, നിങ്ങളിതിന് 2ആയിട്ട് കാണണം. കേരളത്തിലെ സ്പോർട്സിൻ്റെ വികസനം കാണണം, ഇതിൻ്റെ ടൂറിസത്തിൻ്റെ വികസനം കാണണം. ഈ ടൂറിസത്തിൻ്റെയും സ്പോർട്സിൻ്റെ വികസനം കണ്ടാലേ നിങ്ങൾക്ക് അതിന് കാണാൻ കഴിയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞത്. എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്ത് ആരോപണം നിശ്ചയിച്ചാലും ഞാൻ ഇതിൻ്റെ അകത്തുനിന്ന് ഒരു പൈസ ഉണ്ടാക്കില്ല. എനിക്ക് നഷ്ടപ്പെട്ടിട്ടേ ഉള്ളൂ. ഇപ്പോഴത്തെ സിറ്റുവേഷൻ നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന കാര്യം. എൻ്റെ കയ്യിൽ നിന്ന് പൈസ നഷ്ടപ്പെട്ടു എന്നുള്ളത് തന്നെയാണല്ലോ. അപ്പോൾ ഞാൻ അതുമായിട്ട് മുന്നോട്ട് പോകും. അപ്പോൾ പിന്നെ നിങ്ങൾ എന്നെ പ്രകോപിപ്പിച്ചുകൊണ്ട് വന്നിട്ട് എനിക്ക് അങ്ങനെ ഒരു ഇൻറ്റൻഷൻ ഉണ്ടെങ്കിൽ ആദ്യം എഗ്രിമെൻറ്റ് വെച്ച് എൻ്റെ പേരിലേക്ക് 10 വർഷത്തേക്ക് 5 വർഷത്തേക്ക് എഴുതിയിട്ടല്ലേ ഞാനിതിൽ പണി തുടങ്ങുള്ളൂ. ഞാൻ അങ്ങനെയാണോ ചെയ്തത്? ഞാൻ ഒരു മാസത്തേക്കല്ലേ എഴുതിയിട്ടുള്ളൂ. എനിക്ക് വേറെ എന്തെങ്കിലും ഇൻറ്റൻഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ കാണിച്ചുകൊണ്ടാ, എന്തെങ്കിലും ഒരു ഇൻറ്റൻഷൻ ഉണ്ടെങ്കിൽ കാണിച്ചുകൊണ്ടാ ഞാൻ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ ഇൻറ്റൻഷൻ ഉണ്ടെങ്കിൽ കാണിച്ചുകൊണ്ടാ. ഞാനൊന്നും ചെയ്തിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വൃത്തിയായി 1 മാസത്തേക്ക് എനിക്ക് എടുക്കാമായിരുന്നല്ലോ. 1 വർഷത്തേക്ക് ചോദിച്ചാലും തന്നേനെ.
കാരണം ഞാൻ ഇത്രയും സ്പെൻഡ് ചെയ്ത ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്ക് സർക്കാരിനോടോ GCDനോടോ ആദ്യത്തെ ചർച്ചയിൽ തന്നെ എനിക്ക് ഒരു വർഷത്തേക്ക് വേണമെന്ന് പറഞ്ഞാൽ തന്നേനെ. ഞാൻ ചോദിച്ചിട്ടില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലല്ലോ. അങ്ങനെ ഒരു ലെറ്റർ ഉണ്ടോ? ഒന്നുമില്ല. ഞാൻ അവസാന നിമിഷം വരെ ശ്രമിച്ചെന്തിനാണെന്ന് അറിയോ? ഈ രേഖകൾ പൂർത്തീകരിച്ച് ഇപ്പം ഞാൻ പറയാം, ഇപ്പം നമുക്ക് സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ് വേണമായിരുന്നു. എന്തുകൊണ്ട് നിങ്ങൾ ചോദിച്ചില്ല? ഫിഫയുടെ അനുമതി കിട്ടിയില്ല, അനുമതിക്ക് സമയം ലേറ്റായി എന്നുള്ളത്. സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ് IITയും PWDയും അവർ ടെസ്റ്റ് നടത്തിയതിന് ശേഷം തരാൻ കഴിയുള്ളൂ. അതിന് ഡിലേ ആയി. ഞാൻ ലെറ്റർ കൊടുത്തു, എനിക്ക് പെട്ടെന്ന് തീർത്ത് തരണം നിങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ്. നിങ്ങൾ എന്ത് സപ്പോർട്ട് ചോദിച്ചാലും ഞാൻ തരാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതെല്ലാം ഞാൻ കൊടുക്കാൻ തയ്യാറാണ്. പക്ഷേ എന്താ അറിയോ, അനാവശ്യമായിട്ട് ക്രൂശിക്കരുത്. അനാവശ്യമായി ക്രൂശിക്കുന്നത് നല്ലതല്ല. അത് എന്നെ ക്രൂശിക്കുന്നതുകൊണ്ടല്ല എന്ന് ഞാനതുകൊണ്ട് നേരത്തെ പറഞ്ഞു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിത് കുറേ ഏറ്റുവാങ്ങിയ ആളാണ്. എന്നെ സംബന്ധിച്ച് അത് പ്രശ്നമല്ല. പക്ഷേ എന്താണ്, നിങ്ങളിത് ചെയ്യുന്നത് കേരളത്തെ സ്പോർട്സിനോടാണ്, നിങ്ങൾ ഈ ചെയ്യുന്നത് കേരളത്തെ ടൂറിസത്തിനോടാണ്, കേരളത്തെ ജനങ്ങളോടാണ്, വരുന്ന കുട്ടികളോടാണ്. നിങ്ങൾ എന്തുകൊണ്ടാണ് മെസ്സിനോട് ഇത്ര ആരാധന? മെസ്സിനോട് മാത്രമല്ല, അവിടെ സ്പോർട്സിനോട് മുഴുവൻ ആരാധനയുണ്ട്. അതുകൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഇവിടെ ആളുണ്ടത്. മനസ്സിലായില്ലേ? കേരളത്തിൽ 9ാമത്തെ റേഞ്ചിലെങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഉള്ളത് അവരെ ഫാൻ ബേസിൻ്റെ അകത്ത്. അതെങ്ങനെയാണ്? അത് കേരള സ്പോർട്സ് ജയിക്കുന്നുകൊണ്ടാണ്. ഞാനിപ്പോൾ മെസ്സിനെ മാത്രമല്ല, ഇപ്പോൾ എന്താ സംഭവിച്ചുള്ളത്? ഇത് ഫിഫ സ്റ്റാൻഡേർഡ് കിട്ടിക്കഴിഞ്ഞാൽ മാർച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇനിയും കളി നടത്താം. ഈ അർജന്റീന മാത്രം ആയിക്കോണമെന്നില്ലല്ലോ. സ്പെയിൻ്റെയോ ഓസ്ട്രേലിയൻ്റെയോ മൊറോക്കോൻ്റെയോ ഒക്കെ കളി ഇവിടെ നടത്താം. അവരൊക്കെ ഡിസ്കസ് ചെയ്ത കളി കൊണ്ടുവരാൻ കഴിയും നമുക്ക്. ഈ അപ്രൂവൽ കിട്ടാത്ത ഒറ്റ പ്രശ്നമുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഈ 17-ാം തീയതി 3 കളികൾ നടത്തിയിട്ടുണ്ടാവും. സത്യമായിട്ട് പറയാം, മെസ്സിക്ക് വരാൻ അവർക്ക് ട്രാവൽ പ്ലാൻ അനുമതി കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞാനൊരു 3 കളികൾ നടത്തിയിട്ടുണ്ടാവും. സ്റ്റേഡിയത്തിൽ അപ്രൂവൽ കിട്ടാത്തതുകൊണ്ട് മാത്രമാണ്. ഇപ്പോഴും എൻ്റെ കയ്യിൽ 2 അഗ്രിമെൻറ്റ് ഇരിക്കുന്നുണ്ട്. ഞാൻ പറയാത്തതാണ്. നിങ്ങൾ പറഞ്ഞാൽ അതും കൂടെ നിങ്ങൾ എന്നെ കളിയാക്കും. എന്ത് നിങ്ങൾ മെസ്സിനെ കൊണ്ടുവരാന്ന് പറഞ്ഞ് പച്ചാള ബാസുവിനെ കൊണ്ടുവന്ന് കളി കാണിക്കുന്നത്? അത് കേൾക്കാൻ വയ്യാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ ഇപ്പം തന്നെ എനിക്ക് ഈ അനുമതി കിട്ടിക്കഴിഞ്ഞാൽ 2 ടീമിനെ കൊണ്ടുവന്ന് കളിപ്പിക്കാൻ കഴിയും. നവംബർ 17-ാം തീയതി പറ്റും. അത് ഞാൻ ചെയ്യാത്തതെന്താ അറിയോ? ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. ഇനി ഇതിൻ്റെ ഈ പാപഭാരം മുഴുവൻ ഞാൻ എൻ്റെ തലയിൽ എടുത്ത് വെച്ചിട്ട് ഞാൻ അടി കൊള്ളേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഞാൻ എന്തിനാ കൊള്ളേണ്ട കാര്യം? ഞാനിത് ചെയ്യാൻ ഉദ്ദേശിച്ചത് എന്താണ്? ഞാൻ നന്മയ്ക്ക് വേണ്ടിയിട്ടേ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഞാൻ അതേ ചെയ്യുള്ളൂ. പിന്നെ രാഷ്ട്രീയം, കോൺഗ്രസ് അങ്ങനെ പറഞ്ഞു, CPM ഇങ്ങനെ പറഞ്ഞു, BJP അങ്ങനെ പറഞ്ഞു, എന്നെ സംബന്ധിച്ചോളം പ്രശ്നമില്ല. പിന്നെ ഞാനൊരു വാർത്താ ചാനലാണ് നടത്തുന്നത്. അതിലെ വാർത്താ ചാനലിലെ വാർത്ത മുഴുവൻ മുക്കിയിട്ട് ഞാൻ വാർത്ത വരുന്നത് മുഴുവൻ നിങ്ങളിത് മാധ്യമപ്രവർത്തനം തന്നെയാണല്ലോ നടത്തുന്നത്. ആ വരുന്ന വാർത്തകൾ മുഴുവൻ കൊടുക്കണ്ട എന്ന് തീരുമാനിച്ചിട്ട് അയ്യോ മെസ്സി ഉള്ളതുകൊണ്ട് അവനെ പേടിച്ച് നിൽക്കണമെന്നൊന്നും ഞാൻ വിചാരിക്കുന്നേ ഇല്ല. അതിപ്പോൾ ആർക്കെതിരെയാണെങ്കിലും കൊടുക്കാൻ പറഞ്ഞു. ഞാൻ അവിടെ ഒരു വാർത്ത കൊല്ലുന്ന പരിപാടി എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഞാൻ പിന്നെ ആകെ ഒരു മീറ്റ് 30 ഡേയ്സിൽ പങ്കെടുക്കുന്നുണ്ട്. ആ സമയത്ത് എൻ്റെ മനസ്സിൽ വരുന്ന എന്താണോ വാർത്തയ്ക്ക് അനുകൂല്യമായ സാധനം അത് ഞാൻ പറയും. റിപ്പോർട്ടർ TV അതാ ചെയ്യുന്നുള്ളൂ. അല്ലാതെ ഞാൻ അതെടുത്തിട്ട് ഒരു വാർത്ത വന്നായിരിക്കുമല്ലോ. അതിപ്പം നിങ്ങൾ പറയുന്നത് എന്താ? അയ്യോ മെസ്സി വരാത്തത് കൊണ്ട്. മെസ്സി വരാത്ത പ്രശ്നം ഇപ്പോഴും ഇല്ല കേട്ടോ. അതാണ് ഞാൻ പറയുന്നത്. മെസ്സി വരാത്ത പ്രശ്നമില്ല. ഇനി ഇപ്പോൾ കളിക്കാൻ പറ്റിയില്ലെങ്കിൽ മെസ്സിനെ കൊണ്ടുവരും. ഞാൻ രാഷ്ട്രീയക്കാരനല്ലല്ലോ. ഞാൻ രാഷ്ട്രീയക്കാരനാണോ? ഞാൻ രാഷ്ട്രീയക്കാരനല്ല. ഞാൻ എന്താണ്? ഞാനൊരു ബിസിനസ്സുകാരനും ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ മുതലാളിയും കൂടിയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എന്താ? എന്നെ സംബന്ധിച്ചിടത്തോളം ആ ബിസിനസ് ആംഗിളിലും ആ മാധ്യമ സ്ഥാപനത്തിൻ്റെ ക്രെഡിബിലിറ്റി നിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ അല്ലെങ്കിൽ എനിക്ക് റിപ്പോർട്ടറിനെ കൂട്ടിക്കെട്ടേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ. എനിക്ക് വേറെ ഇൻറ്റൻഷൻ ആണെങ്കിൽ ഇത്രയും വലിയ സ്ഥാപനത്തെ കൂട്ടിക്കെട്ടേണ്ട കാര്യമുണ്ടോ? ഞാൻ അത്ര പൊട്ടനാണോ? അല്ലല്ലോ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വൃത്തിയായിട്ട് നടപ്പിലാക്കാന്നുള്ളത് മാത്രമേ ഉള്ളൂ. ദയവ് ചെയ്തിട്ട് നിങ്ങൾ എന്താ അറിയോ, നിങ്ങൾ 1 മാസം കാത്തിരിക്കുന്ന ഈ സ്റ്റേഡിയത്തിൻ്റെ വർക്ക് തീരട്ടെ. അത് കഴിഞ്ഞ് ഫിഫ അപ്രൂവൽ കിട്ടട്ടെ. ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം നിങ്ങൾക്ക്. എനിക്ക് ഇന്നലെ ഫിഫേൻ്റെ അക്രഡിറ്റേഷൻ ഏജൻസി എനിക്ക് വാർത്ത അയച്ചു തന്നു. ആ വാർത്ത മലയാള മനോരമയിൽ പോയി ഇംഗ്ലീഷ് വാർത്തയാണ്. ഓൺ മനോരമയിൽ പോയി ഇംഗ്ലീഷ് വാർത്തയാണ്. ആ ഇംഗ്ലീഷ് വാർത്ത എടുത്തിട്ട് അവരെനിക്ക് അയച്ചു തന്നു. എന്താ സാർ അവിടെ വലിയ പ്രശ്നം നടക്കുന്നത്? അവിടെ സ്റ്റേഡിയത്തിന് ഇല്ലേ? ആ സ്റ്റേഡിയത്തിന് അനുമതി ഇല്ലേ? അതില്ലേ? ഇതുണ്ടാക്കുന്ന ദോഷം എന്താ അറിയോ? ഇത് നിങ്ങൾ വിചാരിക്കും കേരളത്തിൽ രാഷ്ട്രീയമായി ഗുണം ചെയ്ത് മാത്രമല്ല, ഇത് കേരളത്തെ പിന്നോട്ടടിക്കുകയാണ്. ആ സാധാരണ ഇംഗ്ലീഷിൽ വാർത്ത ചെയ്യാത്ത മനോരമയ്ക്ക് ഇംഗ്ലീഷിൽ ചെയ്ത് അയക്കുകയാണ്. അത് എത്തേണ്ടടുത്ത് എത്തിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് അത് ഉണ്ടാക്കുന്ന ദോഷം. ഒരു മിനിറ്റ് പറഞ്ഞു വരുമ്പോൾ ഞാൻ നിങ്ങളെയല്ല കുറ്റം പറയുന്നത്. ഞാൻ പറയുന്നത് നിങ്ങളെ കുറ്റം പറയുന്നതല്ല. ഞാൻ നിങ്ങളെ കുറ്റം പറയല്ല. ഞാൻ പറയും ഇതിൻ്റെ ഇമ്പാക്റ്റാണ് ഞാൻ പറയുന്നത്. അത് ശരി, മനോരമ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതും കൊണ്ട് ഉണ്ടാക്കുന്ന ദോഷമാണ് ഞാൻ പറഞ്ഞത്. അല്ല വ്യക്തത ഇല്ല മോനെ. ഞാൻ പറയുന്നത് എന്ത് വ്യക്തത കുറവുള്ളത്? അല്ല താങ്കളോട് ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇതിനു മുമ്പ് ഇതിവിടെ ആദ്യമായിട്ടല്ല ഒരു ഫിഫ മത്സരം നടക്കുന്നത്. അല്ല നടന്നിട്ടില്ല. ഇതിനു മുൻപ് ഇല്ല. അതാണ് പറയുന്നത്. അത് അണ്ടർ 17 ആണ്. അല്ല അത് അണ്ടർ 17 ആണ്. അല്ല 2013 അല്ല അങ്ങനെയല്ലാന്നേ ഞാൻ പറയുന്നത് അറിയോ? അങ്ങനെയല്ല. 2017 ഫിഫ അണ്ടർ അല്ല അത് എവിടെയാ നടന്നത്? പാലസ്തീൻ സൗഹൃദ മത്സരം ഇവിടെ അത് ഞാൻ ഇല്ലാന്ന് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് എന്താ അറിയോ? ഞാൻ പറയും 2022 റൂള് ഏത് ഫിഫ റൂള് വന്നതിന് ശേഷം നടക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞോളൂ. അത് നിങ്ങൾക്ക് അറിയില്ല. അതിന് എന്നെ കുറ്റം പറഞ്ഞ കാര്യമില്ലല്ലോ. ശരി. അല്ല അത് അപ്പം അറിയാലോ. ഇപ്പം അറിയുന്നോണ്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ സർക്കാർ സംവിധാനത്തെ ബ്ലെയിം ചെയ്യാൻ ഞാനില്ല. ഒരാളെയും ബ്ലെയിം ചെയ്യാനില്ല. ഞാൻ എന്താ പറയുന്നത്? ഞാൻ റിയാലിറ്റി പറയുന്നുണ്ട്. ആ റിയാലിറ്റിക്ക് ഒപ്പം നിൽക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറം എന്നെ കൊണ്ട് ഒന്നും ചെയ്യാനില്ല. ആണ്. അല്ല സർക്കാർ ഇപ്പം അറിയാലോ.
ഇപ്പം അറിയില്ല, അതുകൊണ്ടാണ് അവർ സഹകരിച്ച് ഈ കാര്യങ്ങൾ മുഴുവൻ ചെയ്തു തരാമെന്ന് പറയുന്നത്. പിന്നീട് ഈ വിവാദമൊക്കെ ഉണ്ടായതിനു ശേഷം താങ്കൾ പറയുന്നത് താങ്കളെ ക്രൂശിക്കുന്നു. എന്നെ ക്രൂശിക്കുന്നു ഞാൻ പറഞ്ഞില്ല, എന്നെ ക്രൂശിക്കുന്നു എന്നുള്ള പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഒരു മിനിറ്റ്, ഞാൻ ചെയ്ത നല്ല കാര്യങ്ങൾ കാണാതെ നിങ്ങളെന്താ ഇത് എന്താണ് ഇത് സ്പോൺസറുടെ ഭാവി പരിപാടി എന്താ? ഇതെങ്ങനെ പണം തിരിച്ചു പിടിക്കാൻ എനിക്ക് വേണ്ടാന്ന് പറയുമ്പോൾ നിങ്ങൾ എനിക്ക് കൊണ്ടുതരണ്ടെന്ന്, അത്രേ ഉള്ളൂ. ഉണ്ട് ഇത് പറഞ്ഞല്ലോ, ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ മറുപടി എന്താ? നിങ്ങൾ എന്നോട് ചോദിച്ചു കരാറുണ്ടോ, ഞാൻ പറഞ്ഞു കരാറുണ്ട്, നിങ്ങൾ വിവരാവകാശം കൊടുത്ത് മേടിച്ച് നോക്കിക്കോളൂ എന്ന് ഞാൻ പറഞ്ഞു. ഒരു മിനിറ്റ്, അതിന്റെ വ്യക്തത ഇപ്പൊ വരുത്തി. നവംബർ മാസം 30 വരെ ഉണ്ട്, അത്രേ ഉള്ളൂ. അത് നിങ്ങളിപ്പോ എന്തുണ്ടാക്കിയും വിവാദം ഉണ്ടാക്കുമല്ലോ. അത് നിങ്ങൾ ഏത് രീതിയിൽ ഞാൻ നിങ്ങളോട് ഒരു മിനിറ്റ് ആണെന്നേ, അത് ആയിക്കോട്ടെ. ഇപ്പൊ നിങ്ങൾ വാർത്ത കൊടുത്തോണ്ടല്ലേ, ശരി, അത് നല്ലതെന്ന് കൂട്ടിക്കോളൂ, നല്ലതാണ്. അങ്ങനെ ശരി, അങ്ങനെ നല്ല മാധ്യമപ്രവർത്തനം നടത്തുന്നത് നല്ലതാണ്. നിങ്ങളത് കൈകാര്യം ചെയ്തിട്ട് വൃത്തിയായി ചെയ്തോളൂ. പക്ഷേ ഒരു കാര്യം ഞാൻ പറയുന്നുള്ളൂ, നവംബർ മാസം 30 ശേഷം ഞാൻ കൺക്ലൂഡ് ചെയ്യാം. നവംബർ മാസം 30 ശേഷം റിപ്പോർട്ടർ ടിവിക്കോ എനിക്കോ ഈ സ്റ്റേഡിയത്തിൽ ബന്ധം ഉണ്ടാവില്ല. അതിന് ശേഷം നടക്കുന്ന കളിക്ക് ഞാൻ ആപ്ലിക്കേഷൻ കൊടുക്കും. സർക്കാർ എന്നോട് കളിച്ചോളാൻ പറയുകയാണെങ്കിൽ കളിക്കും, ഇല്ലെങ്കിൽ ഇല്ല. ഇനി മാർച്ചിലാണ് ഇന്റർനാഷണൽ മാച്ച് നടക്കാൻ തീരുമാനിച്ചെങ്കിൽ മാർച്ചിലെ വിൻഡോ ഡീറ്റെയിൽ ഞാൻ കൊടുക്കും. സർക്കാർ പറയുക അതാ മാർച്ചിൽ നടത്തിക്കോളൂ എന്ന് പറഞ്ഞാൽ അത് നടത്തും. ഇതിൻ്റെ മുഴുവൻ ഞാൻ ഏറ്റെടുത്ത ഉത്തരവാദിത്തം മുഴുവൻ ഞാൻ തീർത്തിട്ട് ഹാൻഡ് ഓവർ ചെയ്യും. പിന്നെ ഈ ഏരിയയിലുള്ള കടകളുടെ അസോസിയേഷൻ്റെ എല്ലാ അനുമതി ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഞാൻ അസോസിയേഷൻ്റെ ആൾക്കാരെ കണ്ടിരുന്നു, അവരോട് സംസാരിച്ചിരുന്നു. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരെന്നോട് പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ ഏറ്റവും വൃത്തിയായ രീതിയിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞെന്താ, ഇത് ഒന്നിച്ചടയ്ക്കണ്ട, നിങ്ങൾ സ്പ്ലിറ്റ് ഒരു സ്ഥലത്ത് വർക്ക് നടക്കുന്ന ആ സ്ഥലത്ത് അടച്ചിടും, അവിടുത്തെ വർക്ക് തീർക്കാം. അടുത്ത സ്ഥലത്ത് വർക്ക് നടക്കുക, അവിടുത്തെ അടച്ചിടും, അവിടുത്തെ വർക്ക് തീർത്താം. ഈ സ്റ്റാൻഡേർഡ് ഈ ഇൻ്റർനാഷണൽ ലെവലിൽ വൃത്തിയാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അടുത്തത് മരമുറിൻ്റെ കേസിൻ്റെ അകത്ത് എന്താണ്, അവിടുത്തെ GCADൻ്റെ ഉദ്യോഗസ്ഥന്മാരും സർക്കാർ എല്ലാവരും വന്നിട്ട് ഇത് ചെയ്തോളാൻ പറഞ്ഞതിന് ശേഷം പ്ലാൻ കൊടുക്കുന്നുണ്ട്, എങ്ങനെയാണ് ഇത് ഡിസൈൻ ചെയ്യുന്നതെന്ന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പോൾ ഒറ്റ കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, സ്പോർട്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം, എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഇത് നല്ല രീതിയിൽ വലിയ രീതിയിൽ ഒരു വിജയമാക്കുക. ഇത് ഇൻ്റർനാഷണൽ സ്റ്റേഡിയം, ഇപ്പം ഞാനില്ലെങ്കിൽ നാളെ സ്റ്റേഡിയത്തിൽ കളി നടക്കും, നാളെ ISL നടക്കും, അത് കഴിഞ്ഞുള്ള കളികൾ മുഴുവൻ നടക്കും. ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഇവിടുന്ന് ആർക്കും താഴെ വീണ് തല ഒടിയേണ്ടി വരില്ല. മനസ്സിലായോ? അതിനനുസരിച്ചുള്ള നിങ്ങൾക്ക് അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് എന്തെങ്കിലും കുറ്റം കണ്ടെത്താണെങ്കിൽ ഈ 10 ദിവസം കൊണ്ട് കൊട്ടകത്തി എന്നോട് പറയണം. അതിന് ശേഷം എന്നോട് പറയാൻ നിൽക്കരുത്, അയ്യോ നിങ്ങൾ അങ്ങനെ വളർത്താന്ന് പറയാൻ നിൽക്കരുത്. നിങ്ങൾ ഇപ്പോൾ കണ്ടെത്തിയിട്ട് പറഞ്ഞോ, അത് ഞാൻ മാറ്റി ചെയ്തു തരാം. അപ്പോൾ താങ്ക് യു.